പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ചാനൽ തുറന്നാലും യൂട്യൂബിലായാലും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ, തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തൊഴിലാളികൾക്ക് ഈ നിയമം മൂലം എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ തൊഴിൽ ദിനങ്ങൾ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പുതിയ തൊഴിൽ പരിഷ്കരണത്തോട് കൂടിയിട്ട് തൊഴിലുറപ്പിൻ്റെ പുതിയ ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമായി പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ നമുക്ക് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഗുണങ്ങളാണ് അതിൽ നിന്നും കിട്ടുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതിലെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന പേരിലാണ്. അതായത് നമ്മൾ ചുരുക്കി പറയുമ്പോൾ VBG റാംജി എന്ന് പറയാം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ MG MNREGA അല്ലെ MNREGA എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് VBG റാംജി എന്ന പേരിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ ഗുണം? ആദ്യമായിട്ട് തന്നെ നമ്മുടെ തൊഴിൽ ദിനങ്ങൾ 125 തൊഴിൽ ദിനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വർഷത്തിൽ 100 എന്നത് 125 25 തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കിട്ടുകയാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. കാരണം നമുക്ക് 100 150 ആക്കണം, 200 ആക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കൂട്ടിയിട്ടില്ല. എന്തായാലും ശരി, ഇപ്പോൾ ഈ ബില്ല് നിയമമാകുന്നതോടുകൂടി നമുക്ക് 125 തൊഴിൽ ദിനങ്ങളാണുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കുറഞ്ഞ സമയത്തായിട്ട് ഒരുപാട് ഒരു 3-4 മാസ്റ്ററോളുകളൊക്കെ പൈസ വരാനുണ്ട്. അപ്പോൾ നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പണം ലഭിക്കാത്തതിനാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ കുടുംബങ്ങൾക്കും അതേപോലെ നമുക്കെല്ലാം തന്നെ ഓരോ മാസ്റ്ററോളിലും പണിയെടുത്ത് ജോലി ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തല്ലേ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട്, നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ മാസ്റ്ററോൾ സബ്മിറ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോലി പൂർത്തിയായി 15 ദിവസത്തിനകം നമുക്ക് വേതനം കയ്യിൽ കിട്ടണം എന്നതാണ് പുതിയ നിയമത്തിൽ വരുന്ന വളരെ നല്ല, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നല്ലൊരു കാര്യമാണ്. കാരണം പണിയെടുത്തിട്ട് കൂലിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണം കിട്ടാനുണ്ട്, ശരിയാണ്. അപ്പോൾ ഇനി പുതിയ വരാൻ പോകുന്ന ബില്ലിൽ ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 15 ദിവസത്തിനുള്ളിൽ ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ വേതനം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനമായിട്ട് 15 ദിവസത്തിന് ശേഷമുള്ളത് നമുക്ക് തരേണ്ടി വരും എന്നുള്ളതാണ് ഈ ബില്ലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതായത് ഇത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ദരിദ്രരുടെ ക്ഷേമത്തിൽ ബില്ല് സുപ്രധാനമായ പങ്ക് വഹിക്കുമെന്നാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതലായിട്ടും ഉള്ളത്, അല്ലേ? അപ്പോൾ സാധാരണ മറ്റ് ജോലിക്ക് പോകാൻ പറ്റാത്തവർ മുതൽ
എല്ലാവരും, അതായത് പ്രായാധിക്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്തിട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ പണം കിട്ടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ 15 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ജോലി ചെയ്ത തുക, ജോലി ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കണം എന്നതാണ് ഒന്ന് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 125 തൊഴിൽ ദിനങ്ങളാക്കി വർദ്ധിപ്പിച്ചു. പിന്നെ 15 ദിവസത്തിനകം കൂലി കിട്ടിയിരിക്കണം. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഇതിൽ ഒരു 60 ദിവസം ജോലി നിർത്തിവെക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് വിളവെടുപ്പ് സമയത്ത് ജോലി ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 365 ദിവസത്തിൽ ഇപ്പോൾ ഇതുവരെ 100 ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി 125ആയി. എങ്ങനെയായാലും 60 ദിവസം നിർത്തിവെക്കണം. പക്ഷേ ഇത് നിർത്തിവെക്കുന്ന സമയം ഓരോ പ്രദേശത്തുള്ള വിളവെടുപ്പ് അനുബന്ധിച്ചുള്ള ദിവസങ്ങളായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ യുക്തധാര പോർട്ടലിനെ പറ്റി കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മളുടെ പ്രദേശത്ത് അനുയോജ്യമായ എന്തൊക്കെയാണോ, അനുയോജ്യമായ വിളകൾ, അനുയോജ്യമായ വർക്കുകൾ, ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ രീതിയിലുള്ള വർക്കുകളാണോ അനുയോജ്യമായത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ എടുത്തു നോക്കിയാൽ ഒരു പ്രദേശത്ത് ചിലപ്പോൾ വെള്ളം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട കൃഷികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സ്ഥലത്ത് മണ്ണ് കയ്യാൽ അങ്ങനത്തെ വർക്കുകളൊന്നും പറ്റൂല. അതേപോലെ ഒരുപാട് വർക്കുകൾ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വർക്കുകളുണ്ട്. അതാണ് യുക്തധാര പോർട്ടൽ നിർദ്ദേശിക്കും ഇനി മുതൽ എന്ന രീതിയിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ യുക്തധാര പോർട്ടലിന് ഇന്ന പ്രദേശത്ത് ഇന്ന രീതിയിലുള്ള വർക്കുകളാണ് വേണ്ടത് എന്ന് ആവശ്യാനുസരണം, അതായത് കാലാവസ്ഥ നോക്കിയിട്ടും നിർദ്ദേശിച്ചുകൊണ്ട് ആ വർക്കുകൾ, അതായത് ഓരോ പ്രദേശത്ത് എന്തൊക്കെ വിളകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്രദേശത്ത് വർക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് നിർദ്ദേശിച്ചുകൊണ്ട് പണി തുടരാൻ കഴിയും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളും വശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് തൊഴിൽ ദിനങ്ങൾ കൂട്ടുക എന്നതും ചെയ്ത ജോലിയുടെ കൂലി കൃത്യമായിട്ട് കിട്ടുക എന്നതും. ഇത് രണ്ടും ഈ ബില്ലോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം, ഇനി മുതൽ 125 തൊഴിൽ ദിനങ്ങൾ നമുക്ക് കിട്ടുമെന്നും ജോലി ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ വേതനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു തർക്കവും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി വരുന്ന സമയത്ത് നമ്മുടെ തൊഴിൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ, ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടിയിട്ട് നമുക്ക് വിശദാംശങ്ങൾ കിട്ടും. കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഓരോ സന്ദർഭത്തിലും പറയാവുന്നതാണ്. അപ്പോൾ പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുക, അതായത് അനാവശ്യമായിട്ട് ചെയ്യുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അവ നിർത്തിവെക്കുക. ഓരോ പ്രദേശത്തും ചിലപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കയ്യാല കെട്ടുന്ന ഒലിച്ചു പോവാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് അനുയോജ്യമായ വർക്കുകൾ അനുയോജ്യമായ പ്രദേശത്ത് അനുയോജ്യമായ സമയത്ത് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ബില്ലിൽ ഉൾക്കൊള്ളുന്നത്. അതായത് കാര്യക്ഷമമായിട്ടുള്ള വർക്കുകൾ നടപ്പിലാക്കുക, അതുമൂലം രാജ്യത്തെ വികസിത രാജ്യത്തിൻ്റെ പട്ടികയിലേക്ക് ഉയർത്തുക, എല്ലാവർക്കും ജോലി ദിനങ്ങൾ കൂട്ടിക്കൊണ്ട് കൃത്യമായിട്ട് പണം ലഭിക്കുകയും ജോലി ദിനങ്ങൾ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം 125ആയി, അപ്പോൾ ഇനിയും അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 15 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് വേതനം ലഭിക്കുകയും ചെയ്താൽ നല്ല കാര്യമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് ബില്ല് നിയമമായതിനു ശേഷം നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും. പതിയെ ഞാൻ ഇപ്പോൾ അറിയിക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്തത്. ബാക്കി വിശദമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ നല്ല, അതായത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു, നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൊഴിൽ ദിനങ്ങൾ കൂട്ടുക എന്നത്. അപ്പോൾ അത് പ്രാവർത്തികമാവുകയാണ്. അപ്പോൾ ജോലി ചെയ്ത കൂലി 15 ദിവസത്തിനുള്ളിൽ കിട്ടും. ഈ 2 വിഷയങ്ങളാണ് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് അനുയോജ്യമായിട്ടുള്ളത്.
എന്തായാലും ഇനി അടുത്ത 2026 വർഷം ഫസ്റ്റ് തന്നെ ഇത് ബില്ല് പ്രാവർത്തികമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.